ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെന്യൂസ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റോട് കൂടിയ മഷ്റൂം സൂപ്പാണ്. ആവശ്യത്തിന് തിക്നെസ്സും നല്ല സ്വാദോടും കൂടിയ മഷ്റൂം സൂപ്പാണിത്. ഒരിക്കലെങ്കിലും നിങ്ങൾ മഷ്റൂം ഈ രീതിയിൽ സൂപ്പ് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് കാണാം. ഇതിനു വേണ്ടിയിട്ട് 200 ഗ്രാം വെയിറ്റ് ഉള്ള മഷ്റൂമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരു 3 മഷ്റൂമും ഒരു 8-9 അല്ലി വെളുത്തുള്ളിയും കൂടെ ഈ രീതിയിൽ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള മഷ്റൂംസ് കട്ട് ചെയ്തത് ഒരു പാനിലേക്ക് മാറ്റുക. ഇതിലേക്ക് ഒരു ചെറിയ സവാള അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാളയുടെ 1/4 ഭാഗം എടുത്താലും മതിയാകും. അത് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തപ്പോൾ ഒരു 1/4 കപ്പ് ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഒണിയനിലുള്ള ഉള്ളിയില്ലേ, സ്പ്രിംഗ് ഒണിയന്റെ ബൾബ്, അതും കൂടെ ഞാൻ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ഫ്ലേവർ കിട്ടും. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത മഷ്റൂംസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. ആ മിക്സിന് അല്പം കട്ടി കൂടുതലായിരിക്കും, അതുകൊണ്ട് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെച്ചേക്കാം. അത് നമുക്ക് പിന്നെ യൂസ് ചെയ്യണം. ഒരു പാനിലേക്ക് അല്പം ബട്ടറോ വെജിറ്റബിൾ ഓയിലോ ചൂടാക്കി അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ നിന്നും ഒരു 1/4 ടീസ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക. അതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം 1/2 കപ്പുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഈർപ്പൊക്കെ മാറ്റി സോട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ സോട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുക. ആ സെയിം പാനിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചൂടാക്കി കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്ക് സ്പ്രിംഗ് ഒണിയൻ അല്ലെങ്കിൽ ഉള്ളിയുടെ തണ്ട് അതൊന്ന് ചെറുതായിട്ട് തല്ലിയിട്ട് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ രീതിയിൽ ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവേഴ്സ് നന്നായിട്ട് ഈ സൂപ്പിലോട്ട് ഇറങ്ങാനായിട്ട് സഹായിക്കും. അതൊന്ന് ചെറുതായിട്ട് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ആട്ട വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലാക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് ഇതിന്റെ പച്ച മണമൊക്കെ മാറി ഈ ഒരു പതഞ്ഞു വരുന്ന സ്റ്റേജിൽ 1.5 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പാലൊഴിച്ച ഉടനെ തന്നെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പാലിന്റെ മിക്സ് ഒന്ന് കുറുകി തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മഷ്റൂമിന്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു വെച്ചേക്കാൻ പറഞ്ഞില്ലേ, ആ 1/2 കപ്പ് വെള്ളവും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും മഷ്റൂമിന്റെയും കൂടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 12 മിനിറ്റ് എങ്കിലും തിളപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാവും നമ്മൾ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയുടെയും മഷ്റൂമിന്റെയും സ്പ്രിംഗ് ഒണിയന്റെയും ഒക്കെ ഫ്ലേവേഴ്സ് ആ സൂപ്പിലോട്ട് നന്നായിട്ട് ഇറങ്ങുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം സ്പ്രിംഗ് ഒണിയൻ എണ്ണയിൽ സോട്ട് ചെയ്തെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരല്പം ചേർത്ത് കൊടുക്കുക, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5-8 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴാവും നമ്മൾ ചേർത്തിരിക്കുന്ന കുരുമുളകിന്റെ ഒക്കെ ഫ്ലേവേഴ്സ് അതിൽ നന്നായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ആവശ്യത്തിനൊന്ന് കുറുകി തവിയിലൊക്കെ ഈ പിടിച്ചിരിക്കുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സൂപ്പ് ഇരിക്കും തോറും ചെറുതായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് പകുതി പാലും പകുതി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തു. ഹാപ്പി കുക്കിംഗ്.